ഇന്നിൻ്റെ കൂടെ ഈ മുതൽ കണ്ടങ്ങൾ ഇതാണ് മക്കളെ SUV-കളുടെ രാജാവ്, മരുഭൂമിയിലെ രാജാവ്, ഓഫ് റോഡിലെ രാജാവ്. ടൊയോട്ടനെ ശരിക്കും ടൊയോട്ട ആക്കിയൊരു മുതലാണെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റിയൊരു മുതലേ. ഇന്ന് ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് പുതിയൊരു വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ 2,80,00,000 രൂപയോളം വില വരും. അല്ലെങ്കിൽ 2,75,00,000 രൂപേൻ്റെ മേലേക്ക് നോക്കിയാൽ മതി. ഇനി നിങ്ങൾ ഈ 2.25 കോടിയായിട്ട് ഷോറൂമിൽ പോയാലും പെട്ടെന്ന് വാങ്ങിക്കാൻ കിട്ടാത്തൊരു മുതലും. എന്തുകൊണ്ടും റയർ. അതായത് പുതിയത് വാങ്ങണമെങ്കിലും പണിയാണ്. അതായത് പ്രവാസികൾക്ക് ചിലപ്പോൾ ഇത് സിമ്പിളായിട്ട് തോന്നും. ഓല് സൗദി ആൾ ഇനിയിപ്പോൾ കമൻറ്റ് വരും, ഞങ്ങൾ ബെന്ന് വാങ്ങാൻ പോണതാണ്, പച്ചക്കറി വാങ്ങാൻ പോണതാണ്, ആടിന് പുല്ലെടുക്കാൻ പോണതാണ് ലാൻഡ് ക്രൂസറിൽ എന്നൊക്കെ പറഞ്ഞത്. ഇത് കേരളത്തിലത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് ഒട്ടനവധി പ്രവാസികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസികൾക്കറിയാം ഈ ഒരു വണ്ടിൻ്റെ വാല്യൂം, ഈ വണ്ടിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും, ഇതിനെന്തൊക്കെ വരാമെന്നും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നും ഇത് മരുഭൂമിയിലൊക്കെ എങ്ങനെ പോകുന്നൊക്കെ അറിയുന്ന ഏറ്റവും കൂടുതൽ ആളുകളെക്കാരും പ്രവാസികൾ. പക്ഷേ കേരളത്തിൽ ഇവനെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര മല്ലാണ്. ചെറിയ പൈസക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടില്ല. എന്നാൽ ഇന്ന് സഫാരി കാർസിലുള്ള ഈ ഒരു മുതൽ ഈ 3 കോടിയിൽ 1/3 പോട്ടെ അല്ലേ, അങ്ങനെ വരാം അല്ലേ, ഒരു സൂചന കൊടുക്കാം അല്ലേ. അപ്പോൾ ആ ഒരു പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മുതലാണ് ഇത്. 200 സീരീസ് ആട്ടോ. ലാൻഡ് ക്രൂസറിൻ്റെ ഒരു പിരാന്തനാണ് അസിമോന്. അതായത് ഇപ്പം കുറേ കൊല്ലങ്ങളായിട്ട് ലാൻഡ് ക്രൂസർ അല്ലേ, അല്ലെങ്കിൽ ലാൻഡ് ക്രൂസർ പ്രാഡോ, അതിൻ്റെ ഒരു പ്രാന്തം എന്ന് പറഞ്ഞാൽ ആ ഒരു തലയിൽ കയറ്റി ഇറക്കുന്ന ആളാണ് അസിമോന്. വേറൊരു വികാരമാണ് ലാൻഡ് ക്രൂസർ. അപ്പോൾ ഈ ലാൻഡ് ക്രൂസറിൻ്റെ A to Z കാര്യങ്ങൾ ഇന്ത്യയിലാറ് ഇവൻ്റെ തലയിലുണ്ട്. കാരണം ഞാൻ ഓരോ കാര്യം ഓൻ പറയുമ്പോഴാണ് അതൊക്കെ തന്നെയാണല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കൊരു കിഡിലെ ലാൻഡ് ക്രൂസർ വന്നിട്ടുണ്ട്. വേറെ 1-2 ലാൻഡ് ക്രൂസർ അത് നമ്മുടെ സ്റ്റോക്കിൽ കയറിയിട്ട് പരിചയപ്പെടുത്താം. ഇപ്പോൾ ഈ വണ്ടിയെ പറ്റി പരിചയപ്പെടുത്താം. പിന്നെ ഒരു കിഡിലൻ ടൊയോട്ടൻ്റെ ഹൈക്രോസ് വന്നിട്ടുണ്ട്, ആ ഹൈക്രോസ് പരിചയപ്പെടുത്താം. പിന്നെ ഇത് നമ്മളെ BMW 5 സീരീസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 5 സീരീസ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 20,000 കിലോമീറ്റർ വണ്ടിയാണ്. ഇപ്പൊ വീഡിയോ കഴിഞ്ഞ് നേരെ നമ്മൾ വണ്ടി കൊണ്ട് കണ്ണൂർക്ക് അവരുടെ ഡെലിവറി കൊടുക്കാൻ, വീട്ടിൽ ഡെലിവറി കൊടുക്കാൻ ആരാ പോണ്? ഞാൻ തന്നെ പോകണം. അപ്പൊ അസിമോൻ ഡെലിവറി കൊടുക്കാൻ പോവാൻ നിൽക്കാണ് കണ്ണൂർക്ക്. ഇപ്പൊ അത് കഴിഞ്ഞ നേരെ പോകും. അവര് അവിടെ പ്രവാസി കസ്റ്റമർ ഇവിടെ വന്നാണ്ട് വണ്ടിയൊക്കെ നോക്കി ഫുള്ള് ചെക്ക് ചെയ്ത് പോയി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയി ക്ലിയർ ചെയ്തു. നേരെ നമ്മളെ വണ്ടിയുടെ കൊണ്ടുപോയി വീട്ടിൽ ഡെലിവറി. അപ്പൊ ഡെലിവറി കൊടുക്കാനൊരു വണ്ടിയാണിത്. ഇന്ന് വേറെ ഡെലിവറി ഉണ്ടോ? ഇന്ന് വേറെ 2 വണ്ടി ഡെലിവറി ഉണ്ട്. അതായത് ഹൈക്രോസും ഉണ്ട്, ഒരു മഹേന്ദ്രന്റെ താറും ഉണ്ട്, ഒരു ഹൈക്രോസ് സെയിലും ഉണ്ട്. ഇന്നൊക്കെ പാടൊരു സകലപുല വ്ളോഗ് ആയിക്കോട്ടെ അല്ലേ. അപ്പൊ ഒരു വണ്ടിന്റെ മാത്രം റിവ്യൂ അല്ല, ഇന്നത്തെ വിശേഷങ്ങള് നമ്മൾ 2-3 ഡെലിവറി, ഒരു ഹൈക്രോസിന്റെ വിശേഷം, ഒരു ലാൻഡ് ക്രൂസറൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ. അപ്പൊ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാലേ, ഈ വണ്ടി ഇപ്പോൾ കാണുമ്പോൾ ഒരു 2018 മുതൽ 19, 20, 21 ഷേപ്പാണ് വരുന്നത്. പിന്നെ 300 സീരീസ് വന്നപ്പോൾ വണ്ടി അടിപൊളി മാറി. ഫ്രണ്ട് ഭാഗം കൊണ്ടും ബാക്ക് ഭാഗം കൊണ്ടും മാറി, ചേഞ്ച് വന്നു. പക്ഷെ ഒട്ടനവധി ആളുകളും ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് 200 സീരീസ്. എനിക്കും പേഴ്സണലി 200 സീരീസ് ഗാംഭീര്യം നൽകുന്ന മോഡലാണ് 200 സീരീസ്. മറ്റേതൊരു ക്യൂട്ടായി വണ്ടി. എനിക്ക് 100 സീരീസ് 200 സീരീസ് ഇഷ്ടം. ഏറ്റവും ടോപ്പിൽ 100 സീരീസ് ആണ്. അതാണ് എനിക്ക് ഏറ്റവും ടോപ്പ്. അതിന്റെ മേലെ പിന്നെ ഭംഗി കൊണ്ട് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 200 സീരീസ് ആണ് നല്ല അടിപൊളിയാണ്. 300 ആയപ്പോൾ വണ്ടി ഒന്ന് ചെറുതാക്കി ഒരു ക്യൂട്ട് ലുക്ക്. പക്ഷെ ഫ്രണ്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ബാക്ക് കൊണ്ടൊക്കെയാണ് ഒരു ചെറിയ കുറങ്ങുള്ളത് അല്ലേ. അപ്പൊ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 2010 ഇറങ്ങിയ വണ്ടിയാണ്. അത് ഈ വണ്ടി എഴുതി വെക്കേണ്ട ഒരു 10 ആണെന്നുള്ളത്. പക്ഷെ വണ്ടി അറിയില്ല. അതായത് ഈ വീഡിയോ നിങ്ങളൊരു സെയിൽ വീഡിയോ ആയിട്ട് കാണണ്ട. ഇത് നമ്മളൊരു വണ്ടി പ്രാന്തന്മാർക്കുള്ള വീഡിയോ ആണ്. ഈ ലാൻഡ് ക്രൂസർ മൊത്തത്തിലൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അതായത് 2010 മോഡലിൽ വന്നിരുന്ന വണ്ടി എന്ത് ചെയ്തു? കംപ്ലീറ്റ് മാറ്റി ഫേസ് ലിഫ്റ്റ്. ഇന്റീരിയർക്ക് അതായത് സ്റ്റോക്കിൽ ഇന്റീരിയർ ഒന്നും തൊട്ടിട്ടില്ല. ഒറിജിനാലിറ്റി നിലനിർത്തി വണ്ടിനെ എങ്ങനെ അതിന്റെ ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയോ ആ ലെവലിക്കൊക്കെ വണ്ടിനെ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി കണ്ട ആ 2020-21 വണ്ടിന്റെ ലുക്കാണ്. നിങ്ങളൊരു 1.5 കോടി രൂപ ഈ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മതിപ്പ് കിട്ടും. ആർക്കും ഇത് പറഞ്ഞറിയിക്കണ്ടേ. മാത്രല്ല ഇത് അതർ സ്റ്റേറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല, ഒറിജിനൽ കേരള. 2010 കേരളത്തിലാകെ കൈമൽ എണ്ണാവുന്ന വണ്ടികളുള്ളൂ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു വണ്ടിക്ക് വേറൊരു ഹൈലൈറ്റും പാടുണ്ട്, കിലോമീറ്ററും ഇതിന്റെ ഓണർ. അത് പറയണ്ട, ഓണർ കേരളത്തിൽ അത്രയും ടൊയോട്ടന്റെ രാജാവ്. അതായത് അതിന്റെ മേലെ ടൊയോട്ടയില് കേരളത്തിൽ ആരുമില്ല, ടൊയോട്ടന്റെ ഡീലർഷിപ്പില്. അപ്പൊ അങ്ങനത്തെ ഒരാളെ വണ്ടി ആകുമ്പോൾ സർവീസ് ഒന്നും മോശമാവില്ലല്ലോ. അതൊന്നും ഇപ്പൊ നമ്മള് പറയണ്ട, ഓർഡറൊന്നും നമ്മള് ഔട്ട് ചെയ്യണ്ട. അതായത് കംപ്ലീറ്റ് അലൈവിലും കാര്യങ്ങളും കിറ്റും ഹെഡ്ലൈറ്റും ഒക്കെ നല്ല വില പിടിപ്പില്ല ഹെഡ്ലൈറ്റ് ടൈപ്പ് ഹെഡ്ലാമ്പാണ്. ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ പുറത്ത് ഹെഡ്ലാമ്പിന് മാത്രം. സസ്പെൻഷൻ ആക്കി ഏകദേശം 3 ലക്ഷം രൂപന്റെ
എന്തായാലും സസ്പെൻഷൻ മാറ്റിയത് കംഫർട്ടിൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര കംഫർട്ടാണ് ഓടിക്കാനും കാര്യം. അതേപോലെ ഇലക്ട്രിക്കലി ഡോറും തുറന്ന ഓൾറെഡി അതിന് ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. പിന്നെ ഒന്നുപാട് ആളുകൾക്ക് കയറാനും അഡീഷണൽ ചെയ്തതാണ്. അപ്പോൾ ഇത് ഓഫ് റോഡ് പോകുമ്പോഴും മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവില്ല, ഉള്ളിൽ പോയി കിടക്കുന്ന സാധനമാണ്. ഇന്റീരിയർ ഒക്കെ ഫുള്ള് ഒറിജിനാലിറ്റിയിലാണ്. ഈ 2010 ഇറങ്ങിയപ്പോൾ മുതലാവുന്നതുകൊണ്ട് തന്നെ സീറ്റ് ടവറിൽ ചെറിയൊരു മാറ്റങ്ങൾ വന്നിരുന്നു. അതുപോലെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കംപ്ലീറ്റ് സീറ്റും ഒറിജിനൽ മോഡൽ ലെതർ ചെയ്ത്. അപ്പോൾ ഇത് എടുക്കാൻ വരുന്നവന് ഇതൊരു പുതിയ വണ്ടിന്റെ അതേ ഫീൽ തന്നെ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു കാര്യം കുറച്ച് ലാൻഡ് ക്രൂസറിനെ പറ്റി പറഞ്ഞുതരാം. അതായത് ഈ വണ്ടി അല്ലേ, ഈ 2010 ഇതൊക്കെ ഇമ്പോർട്ടഡ് വണ്ടിയാണ്, ഫുള്ള് വണ്ടി. കാരണം ഇപ്പോഴും വണ്ടി നമുക്ക് ഷോറൂമിൽ പോയി ബുക്ക് ചെയ്താൽ ഇമ്പോർട്ടഡ് ആയി വരണം. അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് ഇവിടെ വരുന്നത്. അതായത് ഇതിന്റെ ലക്ഷറി ടാക്സ്, ഇമ്പോർട്ട് ടാക്സ്, അതേപോലെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ചെലവ്, ഇവിടുത്തെ കേരളത്തിലെ ടാക്സ്, ഓൺ റോഡ് പ്രൈസ് ഏകദേശം 1CR അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലാൻഡ് ക്രൂസർ ഇറങ്ങും, പുതിയതിറങ്ങും. ഇവിടെ 2-2.25 കോടി രൂപ വില വരും. ഇനി ഇത് എടുക്കുന്ന ഒരാൾക്കേ ഇത് ആകെ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ ശരിക്ക് ഈ ലാൻഡ് ക്രൂസറിനെ 1 ലക്ഷം കിലോമീറ്റർ പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഓടി വാമാവൂലേ, ആ വാമപ്പാണ് തുടങ്ങാണ്. അപ്പോൾ എഞ്ചിനും കാര്യത്തിലൊന്നും ഇത് നോക്കണ്ട. ഇത് V8 ഇഞ്ചിനാണ് വരിക, V8 ഡീസൽ എഞ്ചിൻ. അത് പ്രത്യേകം പറയണം, പെട്രോൾ അല്ല, ഡീസൽ എഞ്ചിനാണ് V8. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ വണ്ടി ഇങ്ങനെ പറക്കും കടന്നാണ്ട്. ആരും ഇപ്പോൾ റോട്ടും കൂടി പോവാണ്. ഇപ്പൊ ഞാനിപ്പോ എത്ര വണ്ടി ഉണ്ടെങ്കിലും ഒരു ലാൻഡ് ക്രൂസർ റോട്ടും കൂടി പോകണ്ടെങ്കിൽ എന്ത് തിരക്കുണ്ടെങ്കിൽ തിരിഞ്ഞ് നമ്മൾ നോക്കും, ആ കണ്ണെന്ന് മാറുമ്പോൾ നമ്മൾ നോക്കി നോക്കും. അതിനോട് ഇഷ്ടം കൊണ്ട് നോക്കും. ശരിക്കില്ലേ, ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിനൊരു എതിരാളി എന്ന് പറയുന്നത് നിസാൻ പെട്രോൾ ആണ് അല്ലേ. പക്ഷെ കേരളത്തിലെ ആൾക്കാർ കമ്പയർ ചെയ്യണ ഏത് വണ്ടിയായിട്ട് എനിക്കറിയോ? ലാൻഡ് ക്രൂസറോ? കേരളത്തിൽ ഇപ്പോൾ ലാൻഡ് ക്രൂസറുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? വണ്ടി ഉണ്ടോ? അല്ല, ആൾക്കാർ കമ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ കമ്പയർ ചെയ്യണില്ലെങ്കിലും ലാൻഡ് ക്രൂസറുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു വണ്ടി ഉണ്ട്. അതേതാണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അതാണ് ഡിഫൻഡർ. ഈ ഡിഫൻഡർ ശരിക്കും ഇതിൻ്റെ അടുത്തേക്ക് എത്തൂല. പക്ഷെ ആൾക്കാർ കമ്പയർ ചെയ്യണത് എന്തുകൊണ്ടാണോ? ഒരു ഓഫ് റോഡ് സെറ്റപ്പും ഇതിൻ്റെ ആ വലിപ്പവും വീതിയും കാര്യങ്ങളൊക്കെ വരുന്നതും. രണ്ടാമത് നേരെ പകുതി പ്രൈസിൽ ഡിഫൻഡർ പുതിയത് കിട്ടുന്നത് കൊണ്ടാണ് ഡിഫൻഡർ ഇത്ര അധികം ഇറങ്ങിയത്. ഈ ലാൻഡ് ക്രൂസർ എങ്ങാനും 1.5 കോടിക്ക് ഇറങ്ങി നോക്കണ്ടേ? ഇന്ന് കേരളത്തിൽ ഫോർച്യൂണർ എടുക്കുന്ന ആൾക്കാർ വരെ എന്ത് പണയം വെച്ചിട്ടാണെങ്കിലും ഡിഫൻഡറിനൊക്കെ ആരും പോയില്ല. പക്ഷെ ഡിഫൻഡർ അടിപൊളി വണ്ടി കേട്ടോ. ഡിഫൻഡറിനെ പറ്റി നമുക്ക് ആ വീഡിയോയിൽ പറയാം. അപ്പൊ ഈ ഒരു വണ്ടി അതൊക്കെ നമ്മുടെ ചിന്തകളാണ്. കാരണം ഈ 1.5 കോടി കൊടുത്ത് ഡിഫൻഡർ എടുക്കുമ്പോൾ കിട്ടുന്ന പർപ്പസ്, ലാൻഡ് ക്രൂസറിന്റെ പർപ്പസ് ഒക്കെ ആൾക്കാർ നോക്കും. പിന്നെ ഇതിൻ്റെതായ ഒരു ആട്യത്തുണ്ട്. വീട്ടിലൊരു ആനല്ല പോലെയാണ് അല്ലേ? ഓട്ടുമ്പോ തന്നെ സാധനങ്ങൾ കുറവല്ലേ? ഡിഫൻഡർ ആണെങ്കിൽ പോലും ഇഷ്ടമാതിരി വണ്ടികൾ ആനല്ല തറവാട് അറിയുന്ന പോലെയാണ് ലാൻഡ് ക്രൂസർ. ഞങ്ങൾ ലാൻഡ് ക്രൂസറിന് എത്ര അധികം പറയുമ്പോഴേ നിങ്ങൾ പറയും ചിലപ്പോൾ നിങ്ങൾ കച്ചവടം ചെയ്യാനല്ലേ, വണ്ടി വിൽക്കാനല്ലേ. ഞങ്ങൾക്ക് ഈ വണ്ടി തന്നെ ഉള്ളൂ. ശരിക്കും നമുക്ക് അതിലാറെ ഇഷ്ടംപോലെ കിടക്കുന്ന വണ്ടികളെ പറ്റി പറയുന്നത് അല്ലേ. ഈ വണ്ടി വിറ്റാൽ പിന്നെ അടുത്ത വണ്ടി നമുക്ക് ഇനി വന്നിട്ട് വേണം. അപ്പൊ അത് നിങ്ങൾ മെയിൻ ചെയ്യണ്ട. കാരണം നമ്മൾക്ക് ഇനിയിപ്പോ മറ്റേ വണ്ടി ഡീറ്റെയിൽസ് അല്ല അത് പിന്നെ കുടുങ്ങും. അത് നമുക്ക് വണ്ടി വന്നിട്ട് പറഞ്ഞുതരാം. അത് നമുക്ക് എടുക്കാമല്ലോ. നമ്മള് ചാനൽ ഇവിടെ ഉണ്ട്, ക്യാമറാമാനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. വണ്ടി വരുന്നതിനനുസരിച്ച് കാണിക്കാം. അതായത് അപ്പോൾ ഈ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ വെച്ചാൽ ഒരുപാട് വണ്ടി പ്രാന്തന്മാർ, വണ്ടിനെ അറിയാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെത്തുണ്ട്. അപ്പോൾ കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്തോളി. ഇത് കുറച്ച് കഥയാവും അല്ലേ, വണ്ടിനെ പറ്റിയാണ്. പിന്നെ നമുക്കൊരു ആവേശമുള്ള സാധനം ആകുമ്പോൾ പറയാലോ. തീർച്ചയായിട്ടും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കാണി നമുക്കൊരു അതായത് ഇത് ഓടിക്കാനുള്ള കംഫർട്ട് പറ്റാണ്. നമ്മൾ ഡ്രൈവിങ്ങും പാടെ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രണ്ട് ഗ്രില്ല് മാറ്റിയിട്ടുണ്ട്, ബമ്പർ മാറ്റിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്, ബോണറ്റ് മാറും, 2 പെൻഡറും മാറും അല്ലേ. അതേപോലെ ഫോഗ് ലാമ്പ്, സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ. ലുക്ക് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. അപാര ലുക്കിലാണ് ഇപ്പോൾ വണ്ടി. നമ്മൾ റോട്ടുമ്മൽ കാണണം, റണ്ണിങ്ങിൽ കാണണം അല്ലെങ്കിൽ നമുക്ക് പറ്റാൻ വീഡിയോയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ അപ്പോൾ V8 എഞ്ചിൻ നമുക്ക് വരാം. 8 സിലിണ്ടർ വണ്ടിയാണ് വരിക. ഇതിന് മൈലേജ് എത്ര കിട്ടും? മൈലേജ് മാക്സിമം പോയി കഴിഞ്ഞ ഒരു 8 കിലോമീറ്റർ കിട്ടൂല. മാക്സിമം ഹൈവേയിൽ ഓടിക്കാം. ഹൈവേയിൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഡ്രൈവറെ കംഫർട്ട് അനുസരിച്ച് ഞാൻ റെക്കമെൻഡ് എത്ര ഉള്ളൂ? ഒരു 5 കിലോമീറ്റർ. അത് 8 കിലോമീറ്റർ പാർട്ടി കൊടുത്താൽ 8 കിലോമീറ്റർ ഞാൻ 8 കിലോമീറ്റർ വേണമെങ്കിൽ ഓടിച്ച് കാണിച്ചു കൊടുക്കും മൈലേജ്. പക്ഷെ അത് എല്ലാവർക്കും ഓട്ടത്തിൽ കിട്ടൂല. കാരണം പ്രത്യേകിച്ച് നമ്മളെ റോഡ്, നമ്മളെ നാട്, ട്രാഫിക് കാര്യങ്ങൾ നല്ല ചവിട്ടി പൊളിച്ച് പോയോ 4-5 കിലോമീറ്റർ കിട്ടുള്ളൂ. സ്പോർട്സ് പ്ലസിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലും കമ്മിയാവും.
പിന്നെ ലാൻഡ് ക്രൂസർ എടുക്കണോല് മൈലേജ് ചോദിക്കൂല, നോക്കൂല. അങ്ങനെ മൈലേജ് നോക്കി എടുക്കുകയാണെങ്കിൽ ഫോർച്യൂണർ എടുക്കുക, 4 സിലിണ്ടർ വണ്ടികൾ എടുക്കുക, അല്ലെ V6 ഇഞ്ചൻ വരുന്ന വണ്ടി എടുക്കുക. അത് V8 ആണ്. പക്ഷെ ഇപ്പൊ ഈ V8 എഞ്ചിനെ പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്. ഇപ്പൊ ഷോറൂം എന്ന് പറഞ്ഞ വണ്ടിക്കൊക്കെ V6 ഡീസൽ. ഇപ്പൊ V8 ഡീസൽ എഞ്ചിൻ ഇപ്പൊ ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഇപ്പൊ ഫുള്ള് അവിടെ പുറത്താണെങ്കിലൊക്കെ ഇറങ്ങുന്നത് V6 ആണ്. 8 വണ്ടികൾ ഇപ്പൊ വളരെ കുറവാണ്. അപ്പൊ V8 എഞ്ചിൻ വേണ്ടവർക്കും ധൈര്യമാണ്. അപ്പൊ ഇതെന്താ വെച്ചാല് ആ ഒരു ഫീല്, ആ ഓടിക്കാല പവർ, വണ്ടിന്റെ 8 സിലിണ്ടർ ആണ് വർക്ക് ചെയ്യണത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലും പാടെ അറിയില്ല. അത്ര സൈലന്റ് ആണ്. അപ്പൊ ലാൻഡ് ക്രൂസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളാണ് അല്ലേ. പിന്നെ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലോക്കിംഗ്, ഡിഫ് ലോക്ക് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ആഡ് ചെയ്ത് കൊടുക്കാണ്. പിന്നെ ഫുൾ ടൈം 4 വീലർ ഡ്രൈവ് വണ്ടിയല്ലേ, ഡെയിലി നമുക്ക് കയറി പോവാം. 4 വീലർ ഉണ്ട് ആവശ്യം പാടല്ല. എവിടെയെങ്കിലും ഒന്ന് സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഓപ്ഷൻസുകൾ വേറെ ഉണ്ട്. ഡിഫ് ലോക്ക് ആണെങ്കിലും ഇതാക്കല് വേറെ ഓപ്ഷൻസുകൾ വേറെ. ഇതിന്റെ സെയിം എതിരാളി എന്ന് പറയുന്നത് നിസാൻ പെട്രോളാണ്. പക്ഷെ പുതിയ മോഡൽ പെട്രോളും ഇതേപോലെ ആൾക്കാർ, ഞാൻ എന്താ വെച്ചാൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരോട്, ഇപ്പൊ ഞാൻ ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇവന് എന്ത് വണ്ടി കച്ചവടക്കാരനാണ്. അതായത് ഇപ്പൊ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഞാൻ കൂടുതൽ ഇപ്പോൾ ഇന്നോവ തന്നെ ആയിക്കോട്ടെ, ഇന്നോവ നമ്മൾ എത്രയോ വണ്ടി വിറ്റു, എത്രയോ വണ്ടി ഉപയോഗിച്ചു. എന്നാലും ഒരു 5 കൊല്ലം ഇന്നോവ ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടാ ഞാൻ കുട്ടിയാളെ മാരിയോട് ചോദിക്കും, എന്ത് നിങ്ങൾക്ക് എത്ര മൈലേജ് ഇട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര സർവീസിന് എത്ര ഫുൾ എടുക്കും. എന്നാലേ നമുക്ക് അടുത്ത ആൾക്ക് ഇതിന്റെ എല്ലാ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ലാൻഡ് ക്രൂസർ ഉപയോഗിക്കുന്ന ആൾക്കാരോടും നിസാൻ പെട്രോൾ ഉപയോഗിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ കുറേ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ സൗദിയിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഒക്കെ പോയിട്ടുണ്ട്. ഇതിൽ ഡെസേർട്ടിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ എക്സ്പീരിയൻസും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ അഭിപ്രായം എടുക്കലുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ പുതിയ മോഡലിലേക്ക് വന്നപ്പോൾ കുറേ ഒരു അതേപോലെ ഇതിന്റെ പുതിയ മോഡലിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഏറ്റവും ന്യൂ ഷേപ്പിൽ എടുത്ത റിവ്യൂ നമ്മുടെ ചാനലിലുണ്ട്. ഇപ്പോഴും അറബികൾക്ക് ഈ സാധനമൊക്കെ ഇറങ്ങിയാലും ഇതിന്റെ മുന്നേ നമ്മൾ ഇറങ്ങിയ LC 100 സീരീസ് ഉണ്ട്. അതിൽ V8 എഞ്ചിൻ പിന്നെ വണ്ടി ഉണ്ട്. അതാണ് ഓലെ ഫേവറേറ്റ് വണ്ടി. V8 പെട്രോൾ എഞ്ചിൻ പിന്നെ വണ്ടി. അതാണ് ശരിക്കും ഇൻലൈൻ 6 ആണ്. ഇൻലൈൻ 6 സിലിണ്ടർ ആണ്. ഡീസലില് ഇൻലൈൻ 6. അതായത് അതിൽ V8 പെട്രോൾ എഞ്ചിൻ പിന്നെ വണ്ടി ഉണ്ട്. അതിൽ മാനുവൽ ഡ്രൈവിലൊക്കെ വരുന്ന വണ്ടിയാണ്. അതൊക്കെ പുറത്തു കൂടി നമ്മുടെ നാട്ടിൽ കൂടി ആ വണ്ടി സാധനങ്ങളാണ്. പെട്രോൾ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞാലേ ഒരു രക്ഷയില്ല. പക്ഷെ മൈലേജ് ലോറിക്കും ബസ്സുക്കും 2 കിലോമീറ്റർ 3 കിലോമീറ്റർ. അതായത് നമ്മളെ നാട്ടിൽ പറഞ്ഞാല് എല്ലാവരും മൈലേജിന് ഭയങ്കര ഇത് കൊടുക്കുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്രോൾ എഞ്ചിനൊക്കെ, പക്ഷെ ഇതിന്റെ ലുക്കിനും ഇതിന്റെ ഈ ആറ്റത്തിനും വേണ്ടിയിട്ട് ഇനി പെട്രോൾ ആയാലും ഡീസൽ ആയാലും കുഴപ്പമില്ല. അപ്പൊ ലാൻഡ് ക്രൂസറിനെ പറ്റിയാണ് ഇപ്പൊ എപ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ടയർമൊക്കെ വരുമ്പോ ഇതേതാ ടയർ? യോക്കോമോന്റെ ടയർ. യോക്കോമോ തന്നെ ഒരു ചെറിയൊരു കാണുമ്പോൾ ഒരു ഓഫ് റോഡ് ഗാംഭീര്യം കിട്ടുന്ന ടയറിന്റെ ആ ഷേപ്പ് കട്ടിയിലാണ് ഇട്ടുന്നത്. 1 ഇഞ്ച് വണ്ടി, ഏകദേശം 1.5 ഇഞ്ചോളം വണ്ടി ഹൈറ്റ് ചെയ്തിരുന്നത്. അതായത് ടീന്റെ സസ്പെൻഷൻ ഇട്ടുകൊണ്ട് തന്നെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊന്തിരും. പക്ഷെ പൊന്തിയോണ്ട് വണ്ടി കംഫേർട്ട് കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്ന് വണ്ടി പൊന്തിയോണ്ട് എന്താ വെച്ചാൽ നമുക്ക് ഒന്നും പാടെ ഒരു ഓഫ് റോഡൊക്കെ പോണ സമയത്ത് ധൈര്യമായിട്ട് കയറ്റി കൊണ്ടുപോകാം. ഒന്ന് ധൈര്യം. ലാൻഡ് ക്രൂസറിന് ഒരുപാട് എൻക്വയറി വരുന്ന കേട്ടോ നമ്മളെടുത്ത് അല്ലേ. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇതേപോലെ വരും. ഇതിപ്പോ സ്റ്റിയറിംഗ് ആണെങ്കിലും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും ക്ലസ്റ്റർ ആണെങ്കിലും പിന്നെ ഗീർപ്പിന്റെ അവിടെ തന്നെ പാനൽ ആണെങ്കിലും ഒക്കെ കംപ്ലീറ്റ് ഒറിജിനൽ സ്റ്റോക്കാണ്. സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, പക്ഷെ അത് കൂളിംഗ് ഇല്ല, ഹീറ്റിംഗ് ആണ്. നമ്മളെ നാട്ടിലേക്ക് അറക്കണ വണ്ടികളല്ലല്ലോ അത്. ഇപ്പൊ പുറത്തില് തണുപ്പുള്ള ക്ലൈമറ്റിക് അനുസരിച്ചാണ് ഹീറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വണ്ടി ഓഫ് ആക്കുമ്പോൾ കണ്ടോളിട്ട് ഇതിന്റെ സ്റ്റിയറിംഗ്, ഇത് ലാൻഡ് ക്രൂസറിന്റെ ഒരു യുണീക്ക് സംഭവമാണ്. ഇത് കണ്ടോ, നമ്മൾ എവിടെയാണോ സ്റ്റിയറിംഗ് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ പോയി സെറ്റ് ചെയ്ത് വെക്കും. ഈ സൗണ്ട് ഒന്നും പാടെ കേൾപ്പിക്കുക, അപ്പോൾ സ്റ്റിയറിംഗ് ഇതേപോലെ വരികയും ചെയ്യും. കണ്ടോ, ആ സ്റ്റാർട്ടിങ് ഒരു വികാരമാണ്. അശ്വൻ ആ ബോണ്ട് തുറന്നിട്ട് എഞ്ചിനൊന്ന് കാണിക്ക്. V8 എഞ്ചിനൊന്ന് കണ്ടോളി നിങ്ങൾ. നേരെ പോയാൽ അശ്വ ബോണ്ട് ഓപ്പൺ ആക്കുന്നുണ്ട്. യാതൊരുവിധ ജെർക്കിങ്ങോ കാര്യങ്ങളോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. V8 ബാഡ്ജിങ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് എഞ്ചിൻ റൂം നമ്മൾ വാഷ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, എന്നാലും നല്ല നീറ്റിലാണ്. ഇതൊരു പുതിയ വണ്ടിന്റെ നമ്മളിവിടെ അങ്ങനെ നിന്നാല് നോർമൽ 4 സിലിണ്ടർ എഞ്ചിന്റെ ഇന്നോവ സ്റ്റാർട്ട് ആക്കിയാൽ പോലും സൗണ്ട് അത്യാവശ്യം നല്ല ഉണ്ടാവും. ഇത് 8 സിലിണ്ടറിന് വർക്ക് ചെയ്യുന്നില്ല, നമുക്കത് അറിയില്ല. സൗണ്ട് എന്തായാലും മൈക്രോണ്ടാണ് കേൾക്കുന്നുണ്ടാവും. അപ്പൊ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെ കേട്ടത്. അപ്പോൾ തീർച്ചയായിട്ടേ അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീറ്റ് കവർ. ഇത് പുതിയ വണ്ടിയിൽ വരുന്ന അതേ ലെതർ എക്സ്ട്രാ അഡീഷണൽ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ വലിയൊരു ഹാംറസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂൾ ബോക്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്, അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ നല്ല കൂളാക്കി തണുപ്പിച്ച് ഉപയോഗിക്കാം.
അതേപോലെ ഇവിടെ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് 4 വീൽ ഡ്രൈവിൻ്റെ ബട്ടൺ വരുന്നത്. ഇതിൽ നമ്മൾ അതേപോലെ ഈ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഒറിജിനൽ കമ്പനി വന്ന അതേ ഫീൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ അടുത്ത് നിങ്ങൾ കാണിക്കാനുള്ളതേ ഇതിൽ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പുതിയ മോഡലിലേക്ക് വരുമ്പോൾ പനോരമിക് റൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ സ്പേസ് നല്ല യാത്രാ കംഫർട്ടും ഉള്ളൊരു മോഡൽ തന്നെ കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ആളൊക്കെ ലെഗ് റൂം ഹെഡ് റൂമൊക്കെ കണ്ടോ, അടിപൊളിയാണ്. അതേപോലെ ഇവിടെ ആംറസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഇനിയിപ്പോൾ 3 ആൾ യാത്രയില്ലാന്നുണ്ടെങ്കിൽ 2 ആളാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇവിടെ ആംറസ്റ്റ് റെഡിയാക്കാം. ഇവിടെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കപ്പ് ഹോൾഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ലക്ഷറി ഫീൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഏറ്റവും ബാക്കിൽ ഇത്രക്കാണ് സ്പേസ് ഇല്ലെങ്കിലും കുട്ടികൾക്കും അധികം ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ സേഫാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗം കൊണ്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റൂഫാണെങ്കിലും ഡാഷ്ബോർഡുകളാണെങ്കിലും ഡോർ പേഡുകളാണെങ്കിലും സീറ്റാണെങ്കിലും ഫ്ലോർ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് കാണാൻ കഴിയുന്നത്. മാക്സിമം വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. ഒരു പുതിയൊരു വണ്ടീൻ്റെ ഫീൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ പുറകു വശത്തേക്ക് അല്ല ശിവനെ, ഇതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ടും എടുത്ത് കാണിക്കേണ്ട ഒരു മുതൽ തന്നെയാണ് അല്ലേ. V8 എന്നുള്ളൊരു ബാഡ്ജിങ് ഇത് തന്നെ ഒരു വികാരമാണ് അല്ലേ. അതേപോലെ ലാൻഡ് ക്രൂസർ എന്നുള്ള വലിയൊരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതേ നമ്മൾ ലാൻഡ് ക്രൂസർ പ്രാഡോ നമ്മളെത്തുണ്ട്. നമ്മൾ പിന്നെ കുറേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻ വണ്ടി നിർത്തിയിരിക്കണം. മാരകമായിട്ട് ഇറങ്ങും. ഞാൻ ഡൽഹിയിൽ പോയ വണ്ടി അതിനാണ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അത് നമ്മൾ ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്യണമെന്നുള്ള പ്ലാനിലാണ്. ആ വണ്ടീൻ്റെ ഒക്കെ വൈപ്പർ വരിക ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വൈപ്പർ വരിക. ഇത് ഇവിടെ തന്നെ വൈപ്പർ നമുക്ക് ബാക്ക് വൈപ്പറൊക്കെ കാണാൻ പറ്റും. അതേപോലെ ഈ ബൂട്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ കാണിക്കട്ടോ. തുറക്ക്. ആയി വാ ഇതാണ്ടോ 2 ആക്കിയിട്ട് തുറക്കാം. നമ്മളെ ബോർഡ് കാലത്തല്ലേ. ഇതാണ് മെയിൻ. ടൊയോട്ടൻ്റെയിലേറെ മെയിനാണ് സഫാരി കാർസ്. ഇത് ചാടാനാക്കൂല കൂടി. ഇത് ഇവിടെ ഇങ്ങോട്ട് ഇരിക്കാം. 2-3 ആൾക്കാർ ഇരുന്നാലും ഒന്നും ആവില്ല. ഞാനൊരുക്കാം ആണോ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കാം. എന്നൊരു ഫോട്ടോ എടുത്താഫേ. ഇതാണ് ഇത് കുറേ പോസിങ് ഉണ്ട് ലാൻഡ് ക്രൂസറിൽ. അതായത് ഈ ലാൻഡ് ക്രൂസറിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വണ്ടിന്റെ ഓരോ ഭാഗവും വികാരമാണ് അല്ലേ. ഇതിന്റെ ബൂട്ട് ഓപ്പൺ ചെയ്താലാണെങ്കിലും ഡോർ ഓപ്പൺ ചെയ്താലും ഡ്രൈവിംഗ് സീറ്റ് ആണെങ്കിലും യാത്രാ സീറ്റ് ആണെങ്കിലും നമ്മൾ ഈ വീഡിയോ പോസിറ്റീവ് അതിന്റെ കമന്റിൽ ഇതിനൊക്കെ നമ്മൾ അറിയാതെ കുറെ കാര്യങ്ങൾ എന്തായാലും കമന്റ്. അപ്പൊ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ലാൻഡ് ക്രൂസറിന്റെ ഫാൻസിന് കിട്ടും അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാത്ത വിവരങ്ങൾ നമുക്ക് എന്തായാലും അറിയാൻ താല്പര്യം ഉണ്ടാവും. ഒന്ന് പോസ്റ്റ് ചെയ്തോ. ഞങ്ങളൊരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ ഞാൻ നേരെ കൊച്ചി പോവാണ്. നേരല്ല ഞാൻ നേരെ കണ്ണൂർ. ആവശ്യമോ നേരെ കണ്ണൂർക്ക് പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വ്ളോഗാണല്ലോ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഇത് ലാഗ് ഉണ്ടാവും. ഇഷ്ടപ്പെടാത്തവർക്ക് സ്കിപ്പ് ചെയ്തോളി. പോസ് ചെയ്തോ കിട്ടി. അഫിയ ഫോട്ടോ എടുക്കണം കേട്ടോ. അതായത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സീറ്റും ആണെങ്കിൽ അങ്ങോട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇതാണ്ടോ ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അത് അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബെഡ് ഇട്ട് വേണമെങ്കിൽ കടന്നുറങ്ങാം അല്ലേ. ഇതിന്റെ ഇതൊക്കെ പുതിയ വണ്ടി എങ്ങനെ വരുന്നത് അതേ ഫീൽ തന്നെ ഉണ്ട്. പിന്നെ എന്താ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് എടുക്കണോല് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് എടുക്കണം. നല്ല മെയിൻ്റനൻസ് കോസ്റ്റ് വരും. അതായത് നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു 10,000 കിലോമീറ്റർ ഒക്കെ മാക്സിമം ടയർ കപ്പാസിറ്റി ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ഈ V8 എഞ്ചിനിൽ വേറെ ശ്രദ്ധിക്കുന്ന വിഷയം അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. അത് ഈ V8 എഞ്ചിനിലെ ആളുകളൊക്കെ നമ്മൾ നോർമൽ ടൊയോട്ടൻ്റെ വണ്ടികളൊക്കെ സർവീസ് വരിക 10,000 കിലോമീറ്ററിലാണ്. ഇത് V8 എഞ്ചിനാണ് 5,000 കിലോമീറ്ററിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാലുള്ളൂ വലിയ ടൊയോട്ടക്കാർ പറഞ്ഞ ലൈഫ് കിട്ടുള്ളൂ. എഞ്ചിനാണെങ്കിലും പിന്നെ ബ്രേക്കിനാണെങ്കിലും സസ്പെൻഷൻ ആണെങ്കിലും ഒക്കെ 5,000 കിലോമീറ്ററിൽ ഇത് സർവീസിന് പോകണം. ഹെവി എഞ്ചിൻ അല്ലേ, V8 ഡീസൽ എഞ്ചിൻ. അതുകൊണ്ട് തന്നെ നല്ല മെയിൻ്റനൻസ് കോസ്റ്റ് വരും. നിങ്ങൾ 5,000 കിലോമീറ്റർ സർവീസിന് പോവാതെ ഒരു 10,000 12,000 ഓടിയിട്ട സർവീസിന് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം വണ്ടിയിൽ എന്തായാലും കാണിക്കും ചെയ്യും. ഇതിന്റെ ഇരട്ടി മെയിൻ്റനൻസ് കോസ്റ്റ് വരും ചെയ്യും. അതേപോലെ ഇതിന്റെ 4 ടയർ മാറണമെങ്കിൽ ഏറ്റവും കുറയും ഒരു ടയർ നിങ്ങൾ 20,000 കൂട്ടിക്കോളി. 90,000 രൂപ 4 ടയറിന്. നമ്മളെ പ്രാഡോമ വരുന്നത് കമ്പനി 18 സൈസ് വീല. അപ്പോൾ കാക്കു ഡൽഹി പോകുന്ന സമയത്ത് മാറിയല്ലോ. അതിന് ഏകദേശം ബ്രിഡ്ജിസ്റ്റോണ്ട് 21,000 അടുത്ത് ഒരു ടയറിന് വന്നു. അത് അത്യാവശ്യം നല്ല സ്പെക്ക് ടയറാണ്. ഇതിനത്ര 20 ഇഞ്ചാണ്. അപ്പൊ കൂടാനും സാധ്യതയുള്ളൂ. 10-25 ടയർ കൂട്ടിക്കോളി. 4 ടയർ മാറണമെങ്കിൽ 1,00,000 വരും. പക്ഷെ ഇപ്പൊ നിലവിലുള്ള 4 ടയറും ഫുള്ള് ടയർ. ഇപ്പൊ എടുക്കണവർക്ക് നമുക്ക് നോക്കണ്ട. ഞാൻ മൊത്തത്തിലാണ് പറഞ്ഞത്. ലാൻഡ് ക്രൂസറിന് 4 ടയറിന് 1,00,000 വരും. ഇത് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കേരളത്തിലെ റോട്ടിൽ നിങ്ങൾക്ക് ലൈഫ് കിട്ടുക ഏകദേശം ഒരു 10,000-15,000 കിലോമീറ്ററിന്റെ ഉള്ളിൽ
ഉള്ളിൽ എത്ര ശ്രദ്ധിച്ചാലും കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ റോഡ് തിരിവും ഒടിവും വളവൊക്കെ വരുമ്പോൾ അത്രയും വെയിറ്റുള്ള വണ്ടിയാണ്, അത്രയും വെയിറ്റുള്ള എഞ്ചിനുമാണ്. അതുകൊണ്ട് ടയർ പെട്ടെന്ന് ചെത്തിപ്പോവും. പക്ഷേ പ്രവാസികളോടൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടെ 30,000-35,000 ഒക്കെ കിലോമീറ്റർ ടയറിന് ലൈഫ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. റോഡുകൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ ഉപയോഗിക്കുന്ന ആൾക്കാർ പിന്നെ നിങ്ങൾ 15,000 കിലോമീറ്റർ ഉള്ള ടയർ കിട്ടാന്ന് പറഞ്ഞിട്ട് കച്ചറ ഓടണ്ട. രണ്ടിന്റെ റോഡിന്റെ വ്യത്യാസമാണ്. നമ്മൾ GL350 ആണെങ്കിലും നമ്മൾ 4 ടയർ ഇട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന വണ്ടിമേ നമ്മൾ അപ്പോളോന്റെ 4 ടയർ ഇട്ടു. എന്നിട്ട് ഏകദേശം 20,000 കിലോമീറ്റർ ആയില്ല. അപ്പത്തിന് 4 ടയർ നമ്മൾ പിന്നെയും പുതിയ ഇട്ടു. അന്ന് നമ്മൾ പുതിയ ടയർ 1 ലക്ഷം റുപ്യ കിട്ടാം 4 എണ്ണം. അത് 4 നമ്മൾ 20,000 കിലോമീറ്റർ ഓടും. അതിന്റെ മുന്നേ തന്നെ മാറ്റി. കാരണം എന്താ വെച്ചാൽ നമ്മൾ റോഡാണ്. കാരണം അത്രയും ഒടിവും വളവും തിരിവും കാര്യങ്ങളൊക്കെ വരുന്നോണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെയാണ് ഈ ഒരു ഭാഗം കൊണ്ട് പരിചയപ്പെടുത്താനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം മോനെ, ഒന്ന് ഓടിച്ചാലോ? അതേപോലെ ഇതിന്റെ ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി എത്ര അറിയോ? 110 ലിറ്ററാണ്. നമ്മൾ GL-നും ഏകദേശം 100-105 ലിറ്ററോളം എണ്ണ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ 10,000 റുപ്യ. ഈ ലാൻഡ് ക്രൂസറിൽ തന്നെ സബ് ടാങ്ക് തന്നെ വണ്ടികൾ വരുന്നുണ്ട്. അത് 2 ടാങ്ക്. അത് നമ്മളെ പഴയ മോഡലിലാണ് കൂടുതൽ നമ്മളെ മറ്റേ പഴയ നമ്മൾ കൊടുത്ത. ഇതിന് 2 ബാറ്ററി ഉണ്ടോ? അല്ലല്ലോ, 2 ബാറ്ററി ഉണ്ട്. 2 ബാറ്ററി 2 ടാങ്ക്. ഇതെല്ലാം കൊണ്ടും കുറച്ച് വില്ലനാണ്. അപ്പോൾ ഇത് എടുക്കണോല് എടുത്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണോല് മാത്രം എടുക്കുക. കാരണം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10-50-60 ലക്ഷം റുപ്യേൻ്റെ ഉള്ളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിയിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഇപ്പോൾ 2.3 കോടി, അന്ന് തന്നെ 1 കോടിൻ്റെ മേലെ. 2019 1 കോടി 80 ലക്ഷം റുപ്യൊക്കെ വിലയുള്ള വണ്ടിയാണ്. മെയിൻ്റെനൻസ് ചെയ്യാൻ നല്ല പൈസ വരും, നല്ല ചിലവും വരും. കംപ്ലൈൻറ്റ് വന്നാൽ ചിലപ്പോൾ കാത്തു കെട്ടി സാധനമൊക്കെ ഗൾഫിൽ നിന്നും ദുബായിൽ നിന്നും സൗദിയിൽ നിന്നൊക്കെ വരുത്തി മാറ്റിയെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നവർ മാത്രം എടുക്കുക. ഇത് എടുത്തിട്ട് കൂടുതലും പുറത്ത് ബിസിനസ് ഇല്ല, GCC കൺട്രീസിൽ ബിസിനസ്സിലെ ആളുകൾക്ക് അതെ ഒരുവിധ സ്പെയർ ഒന്നും ബേജാറാവണ്ട, അവിടുന്ന് കിട്ടും. നമ്മളാണെങ്കിൽ പോലും ഇപ്പോൾ സാധനം ഇവിടെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ദുബായിൽ നിന്നും നമുക്ക് സൗദിയിലൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാലേ, അപ്പോൾ അത്തരം ഇതിനെ പറ്റി ബോധ്യമുള്ളവർ മാത്രം എടുത്താൽ മതി. കാരണം വില കുറച്ച് നിങ്ങൾക്ക് വണ്ടി കിട്ടുന്നുണ്ട്. 2.5 കോടി 2.3 കോടി 1 കോടി ഒന്നും വേണ്ട. അപ്പോൾ ആ എടുക്കണോല് ചിലപ്പോൾ എന്താവും, നമ്മളിന്ന് എടുക്കും 1 മാസം കൊണ്ടെടുക്കും. വില എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേന് ബാൻ തിരിച്ച് നമ്മളെത്തേക്ക് തന്നെ വരും. അപ്പോൾ ചിലപ്പോൾ ആ വാങ്ങിയ വില തന്നെ കിട്ടേണ്ടി വരും. ഓരോട് കുറയുമ്പോൾ സങ്കടം വരും. മെയിൻ്റെനൻസ് വന്നതിന് പൈസ പറയുമ്പോഴൊക്കെ ബേജാറാവും. അങ്ങനത്തെ ആൾക്കാരൊന്നും എടുക്കണ്ട കേട്ടോ, ഒക്കെ തുറന്ന് പറയാം. നമ്മളെ ആൾക്കാരൊക്കെ. അപ്പം ഈ ഹൈക്രോസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടേ നമുക്ക് ആ വണ്ടി ഒന്ന് ഓടിക്കാൻ പോവാം അല്ലേ? ഹൈക്രോസിന്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് 2024 മോഡല്, 25 രജിസ്ട്രേഷൻ, പിന്നെ 9,000 കിലോമീറ്റർ, ഏകദേശം 42 ലക്ഷം റുപ്യ മേലെ ഇപ്പോൾ നിലവിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. നമ്മൾ ഫൈനൽ പ്രൈസ് 38,90,000. ഈ വണ്ടി ബുക്കിംഗ് ഇല്ല വണ്ടിയാണ്. 24 മോഡല്, 25 1-ാം മാസം രജിസ്ട്രേഷനിലെ വണ്ടി. അപ്പൊ പുതിയ വണ്ടിക്ക് പോണവർക്ക് ധൈര്യമായിട്ട് വരാം. ഇന്റീരിയർ ഒക്കെ അതേ കണ്ടീഷനിൽ തന്നെ ഉണ്ട് അല്ലേ? ഷോറൂമിൽ ബുക്കിംഗ് വണ്ടിയാണ്. പഴയ മാതിരി ഓവർ ബുക്കിംഗ് ഒന്നും ഇപ്പൊ ഏകദേശം 6 മാസം ബുക്കിംഗ് ഉണ്ട്. പിന്നെ ഇത് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് അന്വേഷിക്കുന്നവർക്ക് പറ്റും. ഇപ്പൊ നമ്മൾ ഡെലിവറി കൊടുക്കുന്ന വണ്ടി ഹൈബ്രിഡ് ആണ്. ഹൈക്രോസ് നമ്മൾ ഒട്ടനവധി വണ്ടികൾ ഡെലിവറി കൊടുത്തു. അതുപോലെ ഹൈക്രോസ് ഒക്കെ കൊടുക്കാലോലും കണക്ട് ചെയ്തോളൂ, നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബെറ്റർ പ്രൈസിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്ക് ആൻഡ് സെയിൽസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതേപോലെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. കിലോമീറ്റർ എത്ര പറഞ്ഞത്? 9,000 കിലോമീറ്റർ. അപ്പോൾ നല്ലൊരു രസമുള്ള കളറാണ്. ഹൈക്രോസിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് സഫാരി കാർസ് അല്ലെങ്കിൽ ഹൈക്രോസ് എന്നൊക്കെ കൂട്ടി സെർച്ച് ചെയ്താൽ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് കാണിക്കാത്തത്. അപ്പോൾ ഈ ഹൈക്രോസ് പറഞ്ഞു, ഇതിന്റെ വില പറഞ്ഞില്ലേ? 38,90,000. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. എന്നാൽ ഇജ് പോരും, നമുക്ക് ഓടിച്ചിട്ടാണ് പോവാം. ആയിക്കോട്ടെ, ഞാൻ ഓടി. അപ്പോൾ നമുക്ക് ഓടിച്ചാലോ? സ്റ്റിയറിംഗ് നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിലെ കേട്ടല്ലേ, ഇതിൻ്റെ പ്രത്യേകത എന്താണോ? സ്റ്റിയറിംഗ് ഇത് നമുക്ക് ഇങ്ങനെയാണ് ഒട്ടുമിക്ക കാറുകളും വരിക. ഇത് നമുക്ക് ലോറിയും ബസ്സൊക്കെ ഓടിക്കണ പോലെ നമുക്ക് ഇങ്ങനെ ഓടിച്ചാൻ പറ്റും. അതിനനുസരിച്ച് സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഹൈറ്റ് കൂട്ടതുണ്ടോ? ഹൈറ്റ് കൂട്ടിക്കൊണ്ട് ഫുള്ള് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഹാൻഡ് ബ്രേക്ക് മാനുവലി ഒഴിവാക്കണം അല്ലേ? അതായത് നമുക്കൊക്കെ പുതിയ വണ്ടികളിലൊക്കെ ചെറിയ വിലന്റെ 10-15 ലക്ഷം റുപ്യേന്റെ വണ്ടിയിൽ വരെ ഇപ്പോൾ പാർക്കിംഗ് ബ്രേക്കൊക്കെ ഇലക്ട്രിക്കലി വന്നു. ഈ ഒരു വികാരം വേറെ തന്നെ അല്ലേ? ഇതിങ്ങനെ ഒഴിവാക്കി ഇതാണ്ടോ ഇതിന്റെ ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഡ്രൈവ് കിട്ടും. ഇനി നേരെ ഓടിക്കാം അല്ലേ? എനിക്കിഷ്ടപ്പെട്ട വണ്ടി GL കേട്ടോ. GLS ലാൻഡ് ക്രൂസർ ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്നല്ല. പക്ഷേ ഇവനെ GLS ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതിനായിട്ട് കമ്പയർ ചെയ്യാതെ, കാരണം ഇപ്പോൾ ഏകദേശം 1.5 കോടി റുപ്യ അതിന് വില വരുന്നുണ്ട് പുതിയതിന്.
അതെന്താ ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാലേ അത്യാവശ്യം മൈലേജ് ഇട്ടുണ്ട്. 8 കിലോമീറ്റർ 9 കിലോമീറ്റർ മൈലേജ് കിട്ടും. അത് 6 സിലിണ്ടർ, ഇത് 8 സിലിണ്ടർ. 8 സിലിണ്ടർ ആണ്. പിന്നെ അതും നല്ല പവർ ഉണ്ട്. യാത്രക്ക് ഭയങ്കര കംഫർട്ടാണ്. അതും പർപ്പസ് രണ്ടാ അല്ലേ? അപ്പം അസിമ ഇടയ്ക്ക് എന്നോട് പറയും കാക്കു GLS മാറ്റിയിട്ട് ലാൻഡ് ക്രൂസർ എടുക്കുക, ലാൻഡ് ക്രൂസർ ഉപയോഗിക്കുക. പക്ഷെ ഓനെ പറഞ്ഞാൽ മതി, നമുക്കിത് നിൽക്കാതെ ഓടുമ്പോഴേ ഇതെന്താ വെച്ചാൽ ഒരു കോൺഫിഡൻസ് ആണ് വണ്ടി. എന്താ മുതല് ഇപ്പൊ നമുക്ക് പോരുന്ന വൈക്കുള്ള ചളി ഉണ്ട്, അതിൽ ഇറക്കാൻ മടിച്ചു ഒരു മടി മടിച്ചത് അങ്ങനെ പോവാണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണോ, 2010 മോഡലാണ് വണ്ടി കയ്യിൽ. കാണുന്ന ആൾക്കാർക്ക് ഓടിക്കണം, ഞമ്മക്കും ഒന്നും ഫീൽ. ഇനി വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം, ലാൻഡ് ക്രൂസർ ഞങ്ങൾ ഒട്ടനവധി വണ്ടി ഓടിക്കും, മാർക്കറ്റിലൊക്കെ ഉണ്ട്. പക്ഷെ വണ്ടി നന്നായിട്ടില്ലെങ്കിൽ മക്കളെ അതായിട്ട് സുഖിപ്പാവും. അതായത് ഈ ഒരു സുഖമൊന്നും വണ്ടി കംപ്ലൈന്റോ അല്ലെങ്കിൽ ഇത് കറക്റ്റ് പ്രോപ്പർ സർവീസ് പോരാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മള് വണ്ടി വലിച്ചോണ്ട് പോണ പോലെ സൗണ്ട് ചവിട്ടിയാ നീങ്ങൂല. പിന്നെ ഇതൊക്കെ കംപ്ലൈന്റ് ആയോക്കണ്ടേ. ഇത് 1 ലക്ഷം വരെ കംപ്ലീറ്റ് ഷോറൂം തന്നെയാണ് സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വണ്ടി ഓടിക്കണ ഫീലാണ് വണ്ടി. എന്തോ വണ്ടി സ്മൂത്ത് വർക്കിംഗ്, ചവിട്ടിയാലേ ഇതുണ്ടോ ഈ റോഡൊക്കെ കണ്ട നിങ്ങള്, ഇതിപ്പോ ഇത്രയും ഓടിച്ചു വണ്ടീൻ്റെ ഉള്ളിൽ അറിയണില്ല അല്ലേ? അതേപോലെ തന്നെയാണ് ഇത് യാത്രാ കംഫർട്ടും ഉണ്ട്. ഏത് വളവും എങ്ങനെ ഓടിച്ചെടുക്കുക. അപ്പം നമ്മൾ റോഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പോണ റോഡുകളാണ്. അതുകൊണ്ടാണ് ടയർ ലൈഫ് കുറയണത്. കാരണം ഒരു സ്പീഡിൽ പോയി ഇത്രയും വെയിറ്റിലെ വണ്ടി പോയി ഓടിക്കുമ്പോൾ തേയ്മാനം കൂടും. ചിലപ്പോൾ ഒരു സൈഡൊക്കെ തേഞ്ഞു പോലെ സാധ്യത കൂടും. അപ്പം അതൊക്കെയാണ് ഇത് ഓടിക്കുമ്പോൾ. ഇനി വേറൊന്നുണ്ട്, ഇതിന് വേറെ മോഡുണ്ട്. ഇതാ പവർ മോഡുണ്ട്. പവർ മോഡ്ക്ക് മാറ്റി കഴിഞ്ഞാൽ വണ്ടിൻ്റെ സ്വഭാവം മാറും. സ്പോർട്ട് മോഡും കംഫർട്ട് മോഡൊക്കെ പവർ മോഡ്ക്ക് മാറ്റുമ്പോൾ എന്താണോ, പിന്നെ സസ്പെൻഷനിലും സ്റ്റിയറിങ്ങിലും എഞ്ചിൻ്റെ വർക്കിങ്ങിലൊക്കെ വ്യത്യാസം വരും. പവർ മോഡിലിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മൈലേജ് പിന്നെയും കുറയും. അപ്പോൾ അതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. എങ്ങനെ നമുക്ക് ചവിട്ടല്ലേ സ്വനെ പോവാം. പക്ഷേ നമ്മുടെ നാട്ടിൽ കൂടെ ഇങ്ങനത്തെ റോട്ടിൽ കൂടെ ഒക്കെ 60-70 സ്പീഡിലാണ് സേഫ്. കാരണം നമ്മൾ എത്ര കെയർ ചെയ്ത് പോയാലും അതെ ഇങ്ങനെയാണ് പോകേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രൈവ് അതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈവ് ഏതാണെന്ന് കമന്റ് ചെയ്യും. ചില ആൾക്കാർക്ക് 100 പോണേക്കാരം, ചില ആൾക്കാർക്ക് 40 പോണേക്കാരം. 60-70 ആ സ്പീഡിൽ ഇങ്ങനെ ഏത് വണ്ടിയാണെങ്കിലും വണ്ടിനെ വരുത്താക്കണേ നമുക്ക് ഇഷ്ടമല്ല. വണ്ടി ഫുള്ള് കംപ്ലീറ്റ് നമ്മളെ കൺട്രോളിലേക്കാണ്. ഒരു വണ്ടി കുഴി ചാടി നമ്മൾ നെഞ്ഞു കൂട്ടണ പോലെയാണ്. അതേപോലെ ഒരു വണ്ടി ഇപ്പോൾ ചളി ആയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണ്. അത് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ കുറേ കഥയായില്ലേ. പക്ഷെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടം പോലെ വരും. കാരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, കുറേ ആൾക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പഴയമാരിപ്പോൾ വീഡിയോ ഇല്ല. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഓരോ വണ്ടിയായിട്ട് നമ്മൾ പല നാട്ടിൽ കൂടി ഓടിച്ചു പോകണല്ലേ, അപ്പോഴൊക്കെ ആ വണ്ടിൻ്റെ യൂസർ റിവ്യൂ മൈനസ് കാര്യങ്ങൾ പ്ലസ് പോസിറ്റീവ്, വാങ്ങിയാൽ എങ്ങനെ ഉപകാരപ്പെടും, വാങ്ങിയില്ലെങ്കിൽ എന്താണ് എന്നൊക്കെ കഥ പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അത് ഉപകാരപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇനി ഷോർട്ടായിട്ട് വണ്ടിൻ്റെ ഡീറ്റെയിൽസ് മാത്രം അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഷോർട്ട് വീഡിയോകൾ നമ്മൾ വരുന്നുണ്ട് അല്ലേ. അവിടെ വണ്ടിൻ്റെ മോഡൽ ഡീറ്റെയിൽസ്, കിലോമീറ്റർ, വില അല്ലേ, അതേപോലെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ വ്ളോഗുകളായിട്ട് നിങ്ങൾ കണക്കൂട്ടി. പിന്നെ ഇത് കൂളറാണെന്നുകൊണ്ട് കാര്യമില്ല, അത്യാവശ്യം നല്ലോന്നാണ്. കുഞ്ഞപ്പ പ്രാഡോറ്റ് ലാൻഡ് ക്രൂസർ പ്രാഡോറ്റ് ഞാൻ അന്ന് 10,000 കിലോമീറ്റർ ഓടിയതാണ്. അന്നൊക്കെ ഇത് ഉപകാരപ്പെട്ട പെടല് അങ്ങനത്തെ യാത്രകളൊക്കെ അല്ലേ നിൽക്കാതോടാൻ കോൺഫിഡന്റ്. ഇത് ഇംഗ്ലീഷുകാരൊക്കെ വേൾഡ് ടൂർ ആണ് വണ്ടികളല്ലേ ലാൻഡ് ക്രൂസർ. ഇതിന്റെയൊക്കെ പഴയ 80 സീരീസ് ഉണ്ട്, അതായത് 80, 85, 86 മോഡലൊക്കെ. ആ മോഡലൊക്കെ ഇപ്പോഴും ഇപ്പൊ അടുത്ത് ഇംഗ്ലീഷുകാർ നമ്മളെ ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിനല്ലോ, ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് വന്നോ 80 ഇതിലുണ്ടായിരുന്നു. കേരളത്തിലേക്ക് 80 സീരീസും കൊണ്ട് വന്ന് ഇപ്പോഴും ഓടാണ്. അപ്പോൾ ഓല് പറയുന്നത് വെച്ചാല് ഞങ്ങൾക്ക് പോകാൻ കോൺഫിഡൻസ് ഇന്ന് ഈ വണ്ടി 80 സീരീസ് നൽകുന്നത്. അത് 85 മോഡൽ. ഞാൻ ജംഗ്ഷനിയുടെ 15 മുന്നത്തെ വണ്ടികള് വേൾഡ് ടൂർ ആണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്കും തന്നെ ഇത്ര ലോങ് പോകാൻ നമ്മൾ എന്തേ പ്രാഡം എടുത്ത് പോയത് അത് അറിയാതെ ബൈക്ക് എവിടെ നിന്നാലും ആ സർവീസ് നമുക്ക് അവിടെ കിട്ടും. അടുത്ത് തന്നെ ടൊയോട്ട ഷോറൂമുകൾ എത്ര എങ്ങനെ പോയാലും ആ സ്ഥലത്ത് ടൊയോട്ട സർവീസ്. അതേപോലെ തന്നെ അന്ന് പ്രാഡോ നമ്മൾ ചെറിയ മിസ്റ്റേക്ക് വന്നില്ലേ, അതും മധ്യപ്രദേശിൽ അപ്പൊ തന്നെ വർഷവും പോയി 15 മിനിറ്റ് കൊണ്ട് സംഭവം ക്ലിയർ ആയി. അപ്പൊ അതൊക്കെയാണ് ഈ വണ്ടികളെ പ്രത്യേകത, ഹൈലൈറ്റ് അതാണ്. പിന്നെന്താ വെച്ചാലേ ഇത്ര ലോങ് പോകാനുള്ള കോൺഫിഡന്റ് ഈ വണ്ടി തരും അല്ലേ. അപ്പൊ അത് നമ്മള് മറ്റു ജർമ്മൻ കാറുകളായിട്ട് പോണ പോലെ അല്ല.
ഫീച്ചേഴ്സൊക്കെ കുറച്ച് കമ്മി ഉണ്ടാവുന്നുള്ളൂ, പക്ഷേ എയിൽ എങ്ങനെ കുന്നും മലയും കയറി പോവാം. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഇപ്പോൾ സാധാരണ വണ്ടിയായിട്ട് നമുക്ക് വേൾഡ് ടൂർ പോകാൻ പറ്റില്ല. പുറം രാജ്യങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു പാസ്പോർട്ട് കിട്ടും. അപ്പോൾ അതേപോലെ പോകണമെന്നുണ്ടെങ്കിൽ പുറം രാജ്യങ്ങൾക്കൊക്കെ നമ്മുടെ രാജ്യത്തു നിന്ന് റോഡ് മാർഗം കാർനെറ്റ് വഴി പോകണമെന്നുണ്ടെങ്കിൽ അതിന് കേപ്പബിലിറ്റിയിലെ വണ്ടിക്ക് ഇവർ പെർമിഷൻ തരും കിട്ടുള്ളൂ. അതായത് 4 വീൽ ഡ്രൈവ് ഒക്കെ വരുന്ന വണ്ടിക്ക് ഒരു പെർമിഷൻ തരും കിട്ടുള്ളൂ. കാരണം ഏത് ടെറൈനിലൂടെയും ഓടിച്ചു പോകണം. ഏത് ടെറൈനിലൂടെയും ഓടിക്കാൻ പറ്റിയ മുതൽ തന്നെയാണ് ഈ മുതൽ. അപ്പോൾ തീർച്ചയായിട്ടേ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അന്നത്തെ സീറ്റ് വെന്റിലേഷൻ കണ്ടോ, ഹീറ്റിംഗ് ആണ്. ഹീറ്റിംഗ് ആണ്, കൂളിംഗ് വരുന്നില്ല. കൂളിംഗ് വരില്ല, ഇതിനെ ഇട്ടാൽ നല്ല ഹീറ്റ് ആവും ചെയ്യും. പക്ഷെ 2018-19 ഒക്കെ അല്ലേ ആ മോഡലിൽ വന്നപ്പോൾ സീറ്റ് കൂളിംഗ് വരുന്നുണ്ട്. അപ്പൊ 200 സീരീസിന്റെ ലാൻഡ് ക്രൂസർ ആണ് ഇപ്പൊ പരിചയപ്പെടുത്തിയത്. കൂട്ടത്തിൽ നമ്മളെ ഷോറൂമിൽ നിന്നിലെ റിവ്യൂസും പരിചയപ്പെടുത്തി. ഡെലിവറിയും പാടെ ഈ വീഡിയോയിൽ കാണിക്കണ്ട, അടുത്ത വീഡിയോയിൽ 3 ഡെലിവറി മാഷാഅല്ലാഹ് നമുക്ക് ഡെലിവറി ഉണ്ട്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് റീലോ ഒക്കെ ആക്കാം, അല്ലെങ്കിൽ വേറെ വ്ളോഗായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തത് കുറെ നീണ്ടില്ലേ, നിങ്ങളെ പഠിപ്പിക്കണില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും. ലാൻഡ് ക്രൂസറിന്റെ ഇഷ്ടമല്ല ഒരുപാട് ആളുകൾ എന്തായാലും നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. കാരണം ഓരോ വീഡിയോന്റെ കമന്റിൽ നമുക്ക് കാണാറുണ്ട്. അഭിപ്രായങ്ങൾ എന്തായാലും മീറ്ററിലേ എനിക്ക് ഏറ്റവും ടെൻഷനുള്ള കാര്യമാണ് എന്ത്, ഡീസൽ മഞ്ഞ ലൈറ്റ്. ഞാൻ ഇവരെ എപ്പോഴും ചീത്ത പറയും. ഞാൻ ചിലപ്പോൾ എവിടേക്കെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ ഇവരോട് പറയും ഒരു വണ്ടി പെട്ടെന്ന് കുടിക്കൊണ്ട് ഞാൻ പോവാണ്, ആ വരുമ്പോൾ തന്നെ എനിക്ക് 1/2 ടാങ്കിൻ്റെ മേലെ എണ്ണ കാണണം, ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ടെൻഷനാണ്. എവിടെയെങ്കിലും ബൈക്ക് വെക്കും, എണ്ണപ്പം കഴിയും. ഇപ്പോൾ ഈ കൊടുക്കുമ്പോൾ തന്നെ ടെൻഷൻ വരുന്നുണ്ട്, എന്ത് ഇത് ഫുള്ളാകുമ്പോൾ എണ്ണ കഴിയോ. ഇത് നിങ്ങൾക്ക് മീറ്റർ കാണിക്കുമ്പോഴേ മഞ്ഞ ലൈറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ 1/2 ടാങ്ക് എണ്ണ അടിച്ചോളാം, ഈ വരുന്നവർക്കും കൊടുക്കാം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ ലാൻഡ് ക്രൂസറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെ കഥ പറച്ചിൽ കൂടിയിരിക്കണമെന്നുണ്ടെങ്കിൽ വെരി സോറി. ഇത് കഥ പറയാനുള്ള മുതലുണ്ടായിരുന്നു. ഇനി പറയുകയാണെങ്കിൽ 1 മണിക്കൂറാണ് ലാൻഡ് ക്രൂസറിനെ പറയാം, കഥ ഇഷ്ടം പോലെ പറയാം. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ആൾക്കാർ കമന്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഓരോ വണ്ടിന്റെ ഇതേപോലെ കഥ പറയും. ഇതിനെക്കാട്ടിലും കഥ വരുന്നുണ്ട്. അത് നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ മൊത്തത്തിൽ 4-5 വണ്ടി ഉണ്ടാവും. പക്ഷെ അത് ഓരോ ടൈമിലേക്കാരും വരിക. നോക്ക് നമുക്ക് എന്തായാലും ഒരു എപ്പിസോഡും കൂടെ നമ്മൾ കൊണ്ടുവരാം അല്ലേ. അത് വേറൊരു കാറ്റഗറി. തീർച്ചയായിട്ടും ആരെങ്കിലും ലാൻഡ് ക്രൂസർ കൊടുക്കാണ്ടെങ്കിലും വിളിക്കും, നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. തീർച്ചയായിട്ടും നമ്മളിത് കസ്റ്റമറും ഉണ്ട്. ഏതായാലും നിങ്ങൾ വിളിച്ചോളൂ അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഈ വീഡിയോ കണ്ട ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരു കാര്യം പാടെ പറയട്ടെ, ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടാൻ മറക്കരുത് അല്ലേ. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊന്നും വരില്ല അല്ലേ. ബുദ്ധിമുട്ടില്ലാതെ ആർക്കും കുഴപ്പമില്ലാത്ത സംഭവങ്ങളൊക്കെ ആയിട്ട് വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളെ കമൻറ്റ് ഓരോന്നും നമ്മൾ വായിച്ച് വിലയിരുത്തിയിട്ട് തന്നെ കേട്ടോ മുന്നോട്ട് പോകണത്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യും. താങ്ക് യു.